നിങ്ങൾക്ക് സംസാരശേഷി ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ ചെവിയും കേട്ടൂടെ? അതെ, മഹി ഇവിടെ വന്നിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? മഹി ഇവിടെ വന്നോന്ന്. എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് മഹി എന്നല്ല ഒരീച്ച പോലും ഈ വാർഡിൽ കയറില്ല. മഹി എങ്ങാനും ഇവിടെ വന്ന അന്ന് തന്നെ മഹിയെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കുകയും ചെയ്യും. ചിന്നു, നിന്നെ ഈ അവസ്ഥയെ പോലും കാണാൻ പറ്റുന്നില്ല ചിന്നു. കോളേജിൽ വെച്ച് നീ തളർന്നു വീണപ്പോ നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് എനിക്കൊരുപാട് പേടിയായിരുന്നു. എന്റെ മുന്നിൽ നിൽക്കുന്ന ആള് എന്റെ ജീവൻ കൈവിടാതെ പിടിക്കാനുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ജന്മജന്മാന്തര ബന്ധമുള്ള ഒരാളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാനിവിടെ വന്നതും ഇങ്ങനൊരാളെ പരിചയപ്പെട്ടതും ദൈവനിശ്ചയമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരാളെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയില്ലായിരുന്നു. ചിന്നു, ഞാൻ നിന്റെ കണ്ണുനീര് കാണാനല്ല വന്നത്. എനിക്ക് കാണേണ്ടത് നിന്റെ മുഖത്ത് ചിരിയാ, നിന്റെ മുഖത്ത് സന്തോഷം. നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും ചിന്നു. ഞാൻ ചിന്നനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അമ്മയുടെ ആഗ്രഹപ്രകാരം ദക്ഷ ഞാൻ ഭാര്യയെ സ്വീകരിച്ചോളാം. നിന്നെ പോലൊരു പെണ്ണിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്യണം ചിന്നു. പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കില്ല. ഞാൻ അബോധാവസ്ഥയിൽ കിടന്നപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ഞാൻ ശരിക്കും കേട്ടു. അതെന്നോട് ഒന്നുകൂടി നേരിട്ട് പറഞ്ഞൂടെ? നേരിട്ട് കേൾക്കാൻ എനിക്ക് കൊതിയായി. ഞാൻ ചിന്നുവിനോട് ഇഷ്ടം പറഞ്ഞതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും അവൾ സംസാരിക്കാതിരിക്കുന്നത് ഒരർത്ഥത്തിൽ അത് നന്നായി തോന്നുന്നു. ഒരാൾ ആദ്യമായി പറഞ്ഞ പ്രണയം ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനും മറക്കാൻ കഴിയില്ല. ദക്ഷയെ കല്യാണം കഴിക്കാമെന്നും ചിന്നുവിനെ മറക്കാമെന്നും
ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത കാര്യം ഇപ്പൊ ചിന്നുനോട് പറഞ്ഞ ഈ അവസ്ഥയിൽ ചിന്നുനത് താങ്ങാൻ പറ്റത്തില്ല. സീതെ, ചിന്നു നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞു. നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ചിന്നുവിന് നല്ല മാറ്റമുണ്ട്. ഡോക്ടർ വന്ന ഉടനെ എപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാന്ന് ചോദിച്ചു നോക്കാം. ഈശ്വര, ദക്ഷ, ശ്ശോ. മോനെ, ദക്ഷ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ പുറത്തേക്ക് പോയി അവളുടെ മുന്നിൽ ചെന്ന് ചാടും. ഇവിടെ തന്നെ എങ്ങോട്ടെങ്കിലും മാറും. ചന്ദ്രമേ, എന്താ മകളെ അകത്ത് കിടത്തിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറത്ത് നിൽക്കുന്നെ? ചന്ദ്രലേഖ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ചന്ദ്രലേഖ എവിടെയെന്ന്. നിങ്ങക്ക് സംസാരശേഷി ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ ചെവിയും കേട്ടൂടെ? അതെ, മഹി ഇവിടെ വന്നിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? മഹി ഇവിടെ വന്നോന്ന്.